തൃക്കാക്കര ജയിച്ചത് PT-യുടെ ഭാര്യ ആയതുകൊണ്ടാണെന്നും പുതുപ്പള്ളി ജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണെന്നും പാലക്കാട് വന്നപ്പോൾ അത് SDPI-യുടെ വിജയമാണെന്നൊക്കെ ആയിരുന്നല്ലോ വിലയിരുത്തൽ. ഇത്തവണ പ്രതിപക്ഷത്തിന് 99 ഭരണകക്ഷിക്ക് 99 സീറ്റ് കൊടുത്തതിൽ ഒന്നായ നിലമ്പൂരാണ് പോരാട്ടം നടക്കുന്നത്. ഞങ്ങൾ അത് തിരിച്ചു പിടിച്ചിരിക്കും, ഒരു സംശയമില്ല. അത് തന്നെ ആയിരിക്കും പൊതുസമൂഹത്തിന് ഈ ഗവൺമെന്റിനെതിരെ എത്രത്തോളം വികാരമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന വിധിയെഴുത്ത്. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ആ പൊളിറ്റിക്കൽ ഫൈറ്റിന് തുടക്കമിട്ട അൻവറിനെ പോലെയുള്ള ഒരാളെ കൂടെ കൂട്ടേണ്ടത് UDF-ന് അനിവാര്യതയായിരുന്നില്ലേ? ആശയങ്ങൾ UDF സമാനമായിരുന്നില്ലേ? അതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അൻവർ മുന്നോട്ട് പറഞ്ഞ രാഷ്ട്രീയം കാര്യങ്ങൾ, ഐക്യജനാധിപത്യ മുന്നണി ഈ കാലം അത്രയും പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് അൻവർ മുന്നോട്ട് പറഞ്ഞത്. ശരിയാണ്, ഞങ്ങൾ പറഞ്ഞ അതേ ആശയം പറയുമ്പോൾ സ്വാഭാവികമായി ഒത്തുപോകാനുള്ള സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും. അതിനുവേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷമുള്ള അൻവറിൻ്റെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ അൻവറിന് പൊളിറ്റിക്സ് ഇല്ല. അൻവർ ഉയർത്തുന്ന പിണറായിസത്തിനെതിരെയുള്ള പൊളിറ്റിക്സിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം സഹകരിച്ച് പിന്തുണച്ച് ആ പിണറായിസത്തെ പരാജയപ്പെടുത്തണം. പക്ഷേ അൻവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ അരാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാണ്, വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അതന്നേരം ഒരു പൊളിറ്റിക്സിൻ്റെ ഇല്ലായ്മയാണ് അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ സംവിധാനമാണ്, കൂട്ടായ്മയാണ്. ആ സംവിധാനത്തിനോടൊപ്പം ചേരുന്ന അതിനൊരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം അൻവർ മുന്നോട്ട് പറയാത്തിടത്തോളം കാലം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരാൾക്ക് ഇതിൽ കയറാം എന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. ഇനിയാണേലും അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ അൻവർ മത്സരരംഗത്തെത്തിയിരിക്കുകയാണ്. അവിടെ അപ്പോൾ UDF-ന്റേതാണോ വോട്ട് പറയുക, LDF-ന്റേതാണോ വോട്ട് പറയുക, എങ്ങനെയായിരിക്കും അതിനെ കാണുന്നത് അൻവറിന്റെ മത്സരം? ഇല്ല, ചില മാധ്യമങ്ങളടക്കം ഇതിനോടകം തന്നെ അൻവർ പിടിക്കുന്നത് UDF-ന്റെ വോട്ടാണെന്നൊരു പ്രചരണം കൊടുക്കുന്നു. ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. 2021 തെരഞ്ഞെടുപ്പിൽ LDF പ്ലസ് അൻവർ പ്ലസ് അന്ന് രാഷ്ട്രീയമായി LDF-ന് അനുകൂലമായ തരംഗം 99 സീറ്റ് സംഭാവന ചെയ്തപ്പോൾ 2700 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. അന്നേരം അൻവറിന് വോട്ടുണ്ടെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ട് LDF-ൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് UDF-ൽ നിന്ന് മൈനസ് ചെയ്യുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പ്രതികൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിലും കേവലം 2700 വോട്ടിന് പരാജയപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഇന്ന് രാഷ്ട്രീയം മാറി, ഗവൺമെന്റിനെതിരെ ശക്തമായ വികാരം നിൽക്കുന്നു. അന്നേരം അൻവർ ശരി, അൻവർ ആ വോട്ട് ഇപ്പുറത്ത് ഡെലിവറി ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇരട്ടി മധുരമായിരുന്നേ, ഭൂരിപക്ഷം കൂടിയനേമെന്നുള്ളത് പറയാം. പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ട് തീർച്ചയായിട്ടും LDF-ന്റെ വോട്ടിലാണ്. അത് 2016-ലും 2021-ലും LDF-ന് വേണ്ടി അൻവർ ഡെലിവറി ചെയ്ത വോട്ട് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും അൻവർ പിടിച്ചു മാറ്റുന്നത്. LDF-ന്റെ സഹയാത്രികനാണ്, പിടിക്കാൻ പോകുന്ന LDF-ന് കിട്ടിയ വോട്ടാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏതെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മാറുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച ഭൂരിപക്ഷം നൽകാനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ്.